ഏക സിവിൽ കോഡ് ശക്തമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ BJP ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനും പരാജയം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. കേരളത്തിൽ, ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് പല മേഖലകളിലും വലിയ പീഡനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ പോലെ ക്രിസ്ത്യാനികൾ, പിന്നെ താഴെ ഇപ്പോൾ പാഴ്സികൾ, അങ്ങനെ പോലുള്ള വളരെ ചെറിയ ചെറിയ അവരൊക്കെ ഉപദ്രവിക്കാനായിട്ട് ഈ നിയമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏക സിവിൽ കോഡിന് വേണ്ടി വാദിക്കാൻ പറ്റാതെ BJP അത് മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്ത് BJP കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഹിന്ദു സമുദായം അത് അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ക്രിസ്ത്യൻ സമുദായം അതുപോലെ മുസ്ലിം സമുദായം അതിനെ എതിർക്കാനായിട്ടുള്ള സാധ്യതയാണ്. പക്ഷേ നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള BR അംബേദ്കർ വിഭാവനം ചെയ്തിട്ടുള്ള ഏകീകരണ സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ്, അത് എന്നാണ് നമ്മുടെ രാജ്യത്ത് പ്രാബല്യത്തിൽ വരിക തുടങ്ങിയ ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ രൂപപ്പെട്ടിട്ട് ഏറെ നാളായി. BJPയുടെ ഒരു വലിയ അജണ്ടയായിട്ട് അവരത് എക്കാലവും കൊണ്ടു നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പം ചോദിക്കാനുള്ള പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം, നമ്മുടെ വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. അതിന് ഭൂരിപക്ഷം ലഭിച്ചില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഏകീകരണ സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച രൂപപ്പെട്ടിരിക്കുന്നത്. രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന പല നിയമങ്ങളെയും എതിർത്ത് തോൽപ്പിക്കുന്ന ഒരു പ്രതിപക്ഷമാണോ ഈ രാജ്യത്തുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ചോദ്യം. എങ്ങനെയാണ് മാഷി ഇതിനെ വിലയിരുത്തുന്നത്? വനിതാ ബില്ല് ഇനി എതിർത്തിട്ടില്ല പ്രതിപക്ഷം. വനിതാ ബില്ല് അംഗീകരിച്ച് വനിതാ ബില്ല് പാസ്സാക്കപ്പെട്ടതാണ്. വനിതാ ബില്ലിനൊപ്പം ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് കൂട്ടിച്ചേർത്ത സമയത്താണ് പ്രശ്നങ്ങളാകുന്നത്. എന്തായാലും അതിനെ പ്രതിപക്ഷം എതിർക്കുകയും പ്രതിപക്ഷം തോൽപ്പിക്കുകയും ചെയ്തു. 3-2 ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇനി സാധ്യമല്ല. കാരണം BJP ദുർബലമാക്കപ്പെട്ടു. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഏക സിവിൽ കോഡിന് എന്ത് സംഭവിക്കും? ഏക സിവിൽ കോഡ് ശക്തമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ BJP ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനും പരാജയം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഏക സിവിൽ കോഡ് അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് അതിനും പ്രശ്നങ്ങളുണ്ടല്ലോ. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് പ്രതിപക്ഷം നിർദ്ദേശങ്ങൾ വെക്കും. ആ നിർദ്ദേശങ്ങളൊന്നും സ്വീകരിക്കാനായിട്ട് BJP തയ്യാറാവില്ല. നേരത്തെ ആയിരുന്നു 3-2 ഭൂരിപക്ഷം അവർക്കുള്ള സമയത്തായിരുന്നെങ്കിൽ അവർക്ക് പ്രതിപക്ഷ ശബ്ദങ്ങളെ കേൾക്കാതെ അത് പാസ്സാക്കാൻ പറ്റുമായിരുന്നു. ഇനി അത് പാസ്സാക്കണമെങ്കിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷ ശബ്ദങ്ങൾ കൂടി കേട്ടിട്ടേ പാസ്സാക്കാനായിട്ട് പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അവർ മുന്നോട്ട് വെക്കുന്ന ഭേദഗതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ്. ഏക സിവിൽ കോഡ് എന്തുകൊണ്ടാണ് പ്രസക്തമായി തീരുന്നത്? ഏക സിവിൽ കോഡ് പ്രസക്തമായി തീരുന്നത് മതം കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്ന കാഴ്ചപ്പാട് വരുന്ന സമയത്താണ്. കാരണം പല സമൂഹങ്ങളിലും മതനിയമങ്ങളാണ് ജനാധിപത്യ നിയമങ്ങളെക്കാൾ അല്ലെങ്കിൽ ഭരണഘടനാ നിയമങ്ങളെക്കാൾ കൂടുതൽ പ്രസക്തമായി നിൽക്കുന്നത്. അങ്ങനെ ഭരണഘടനയായിട്ടുള്ള നിയമങ്ങളും അതേപോലെ മതനിയമങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷമാണ് ഏക സിവിൽ കോഡിൻ്റെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് നിലനിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏക സിവിൽ കോഡ് വരുന്ന സമയത്ത് എല്ലാ പൗരന്മാർക്കും എന്തു ചെയ്യും? ഒരേപോലത്തെ സിവിൽ നിയമം എന്ന് പറയുന്നത്, പൗര നിയമം എന്ന് പറയുന്നത് ബാധകമായി മാറിത്തീരും. കല്യാണം, മരണം, അതുപോലെ സ്വത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങൾ, ഈ വിഷയങ്ങളിലൊക്കെ ഈ സിവിൽ കോഡ് ഒരു മാതൃകയായി അതിൻ്റെ യഥാർത്ഥത്തിൽ നമ്മളെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനുള്ള ഒരു മാതൃകയായിട്ട് നിലനിൽക്കും എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ അങ്ങനെയല്ല. കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ മതങ്ങൾക്കൊക്കെ അവരുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ, മത നിയമങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുമ്പോൾ. പക്ഷേ ക്രിമിനൽ കേസിൽ ഇപ്പോഴും ഏക ക്രിമിനൽ കോഡാണ് നിലനിൽക്കുന്നത്. ക്രിമിനൽ കേസിൽ ക്രിസ്ത്യാനിയോ മുസ്ലിമോ അല്ലെങ്കിൽ ഹിന്ദുവോ കൊലപാതകം നടത്തണമെന്ന് വിചാരിക്കുക, അവർക്ക് ഒറ്റ നിയമമാണ് ബാധകമാകുന്നത്. അതേപോലെ സിവിൽ നിയമങ്ങൾ മാറിത്തീരണം എന്നുള്ളതാണ് ഏക സിവിൽ കോഡിൻ്റെ കേന്ദ്ര ആശയം എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കുന്നതാണ് ഒരു സമൂഹത്തിന് നല്ലതെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. പക്ഷേ ഒരു മത സമൂഹവും അതിനെ അംഗീകരിക്കില്ല. അത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. അവരാരും അംഗീകരിക്കാനായിട്ട് തയ്യാറില്ല എന്നുള്ളതാണ്. BJP അത് മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്ത് BJP കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഹിന്ദു സമുദായം അത് അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ക്രിസ്ത്യൻ സമുദായം അതുപോലെ മുസ്ലിം സമുദായം അതിനെ എതിർക്കാനായിട്ടുള്ള സാധ്യതയാണ്. അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിനെ എതിർക്കും. അതായിരിക്കും ഇപ്പോൾ സംഭവിക്കാൻ പോകും. അങ്ങനെ എതിർപ്പ് ഉയർന്നു വന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ CPM എന്ത് നിലപാടാണ് CPM മുൻകാലങ്ങളിൽ അവരെടുത്തിരുന്ന നിലപാടെന്ന് പറഞ്ഞാൽ ഏക സിവിൽ കോഡ് വേണം എന്നുള്ളതാണ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെയൊക്കെ പഴയ പല പ്രസ്താവനകളും അതേപോലെ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കുന്ന രീതി തന്നെയാണ് CPM പിന്തുടർന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കേരളത്തിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യയിൽ
മുസ്ലിങ്ങൾക്ക് പല മേഖലകളിലും വലിയ പീഡനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് പീഡിത സമൂഹം എന്ന നിലയ്ക്ക് ആ സമൂഹത്തെ സഹായിക്കേണ്ടത് ആവശ്യമാണ് എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയങ്ങളിലൊക്കെ CPM മുൻപെടുത്തിരുന്ന നിലപാടിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് പക്ഷേ പൊളിറ്റിക്കലായിട്ട് ശരിയായിട്ടുള്ള തീരുമാനമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഈ സാമൂഹിക ഐക്യം, തുല്യത, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഏക സിവിൽ കോഡിൻ്റെ ഒരു ആശയം രൂപപ്പെടുന്നത്. ഇപ്പം അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഒരു രാഷ്ട്രം ഒരു വികസനത്തിലേക്ക് എത്തി എന്ന് പറയണമെങ്കിൽ തുല്യതയോടുകൂടിയായിരിക്കണം അവിടെയുള്ള ജനവിഭാഗങ്ങളെ ആ സമൂഹം കാണേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് സ്ത്രീകളെ എന്നാണ്. അല്ല, സ്ത്രീകൾക്കും അതേപോലെ തന്നെ മറ്റു സമുദായങ്ങളിലുള്ള പുരുഷന്മാർക്കും തുല്യത ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള നീതി നടപ്പിലാക്കപ്പെടണം. സാമൂഹ്യമായ നീതി നടപ്പിലാക്കപ്പെടുന്നില്ല. നടപ്പിലാക്കപ്പെടാത്തതിൻ്റെ ഫലമായിട്ട് പുരുഷന്മാരിൽ തന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ വല്ലാത്ത പീഡനങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. സ്ത്രീകൾ മൊത്തത്തിൽ തന്നെ എന്തു ചെയ്യുന്നു? പീഡനങ്ങൾക്ക് വിധേയരാകുന്നു. കാരണം സ്ത്രീ സമൂഹവും പുരുഷ സമൂഹവും എന്നത് രണ്ടായി കാണുകയും പാട്രിയാർക്കി, മാട്രിയാർക്കി അങ്ങനെ ഉള്ള സമ്പ്രദായം നിലനിൽക്കുമ്പോൾ പാട്രിയാർക്കിക്ക് വലിയ ആധിപത്യം കൽപ്പിക്കപ്പെടും. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തെ പുരുഷാധിപത്യ സമൂഹം എന്ന് പറയും. അവിടെ സ്ത്രീകൾ എപ്പോഴും വിവേചനത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അംബേദ്കറുടെ കാഴ്ചപ്പാടിൽ സ്ത്രീകളും അതേപോലെ ദളിതരായിട്ടുള്ള മനുഷ്യരുമൊക്കെ നിരന്തരമായിട്ട് ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ പീഡനാവസ്ഥയിൽ നിന്ന് അവരെ മുക്തരാക്കി സാമൂഹ്യ നീതി അവർക്ക് കൃത്യമായിട്ട് നൽകുക എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിനകത്ത് ഒരാൾക്ക് പണമുണ്ട് എന്നുള്ളതുകൊണ്ട് അയാൾക്ക് ഉന്നതമായ സാമൂഹ്യ നീതി ലഭിക്കുന്നില്ല. കാരണം ചിലപ്പോൾ അയാൾ ദളിതനായിരിക്കും, വളരെ കീഴായിട്ടുള്ള ജാതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ അവനെ എങ്ങനെ കാണിക്കുന്നത്? വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവനെ ട്രീറ്റ് ചെയ്യും. അത് മാറണം. അത് മാറണമെങ്കിൽ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് മാറേണ്ടത്. അങ്ങനെ മാറിയില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ പല ക്ഷേത്രങ്ങളിൽ പോലും സവർണരല്ലാത്തതായിട്ടുള്ള ആളുകൾ പൂജാരിമാരായി വരുന്ന സമയത്ത് അവിടെ പൂജ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അർച്ചന നടത്താൻ ഒന്നും താല്പര്യമില്ലാത്തതായിട്ടുള്ള ഒരുപാട് ഹിന്ദുക്കൾ നമ്മൾ കാണാറില്ല. അപ്പോൾ അവിടെ സാമൂഹ്യ നീതി നിഷേധിക്കപ്പെടും. ഇതാണ് അംബേദ്കർ പറഞ്ഞ പ്രശ്നം. നിങ്ങൾക്ക് സാമൂഹ്യ നീതി ലഭിച്ചാൽ മാത്രമാണ് നിങ്ങൾക്കൊരു നല്ല മനുഷ്യനായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കാനായിട്ട് കഴിയുള്ളൂ. അതിന് ഏറ്റവും സഹായകരമായ ഒരു സംവിധാനമാണ് ഏക സിവിൽ കോഡ് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ആ ഏക സിവിൽ കോഡ് ഉപയോഗിച്ച് വേണമെങ്കിൽ ഒരു ഭരണകൂടത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കാനായിട്ട് പറ്റും. ന്യൂനപക്ഷങ്ങളെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മുതൽ ക്രിസ്ത്യാനികൾ, പിന്നെ താഴെ ഇപ്പോൾ പാഴ്സികൾ, അങ്ങനെ പോലുള്ള വളരെ ചെറിയ അവരൊക്കെ ഉപദ്രവിക്കാനായിട്ട് ഈ നിയമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏക സിവിൽ കോഡിന് വേണ്ടി വാദിക്കാൻ പറ്റാതെ. അപ്പോൾ നിയമനിർമ്മാണം നടത്തും സമയത്തുള്ള പ്രശ്നം നിയമനിർമ്മാണത്തിൻ്റെ മാത്രമല്ല, നിയമനിർമ്മാണം കൊണ്ടുവരാനായിട്ടുള്ള ഉദ്ദേശശുദ്ധിയും വളരെ പ്രധാനപ്പെട്ടതായിരിക്കണം. അല്ല, നമ്മൾ എപ്പോഴും അങ്ങനെ നിരന്തരം കാര്യങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ ഒരു നിയമവും ഇവിടെ പാസ്സാക്കാൻ പറ്റാത്തൊരവസ്ഥയാവില്ല. പ്രശ്നങ്ങൾ ഉന്നയിക്കാം എന്നല്ലാണ്ട് അതിനെ തടസ്സപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതിനകത്ത് ഇന്ന വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അത് പരിഹരിക്കണം എന്ന് പറയുന്ന വാദം മുന്നോട്ട് വെക്കുന്നത് ശരിയായിട്ട് നമുക്ക് പരിഹരിക്കാം. ഇന്ത്യ പോലൊരു രാഷ്ട്രത്തിന് യൂണിഫോം സിവിൽ കോഡ് എത്രയും പ്രധാന ആവശ്യമാണോ? ഇന്ത്യ പോലെയുള്ള രാജ്യത്തിന് ഏറ്റവും നല്ല യൂണിഫോം സിവിൽ കോഡാണ്. കാരണം വിവിധ ജാതി മതസ്ഥരായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്നതിനിടയ്ക്ക് അവരുടെ പൗര ജീവിതവും അതോടൊപ്പം തന്നെ അവരുടെ ക്രിമിനൽ ലൈഫും എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള രീതിയിൽ നിയന്ത്രിക്കേണ്ടത് എന്ന് ഈ ഏക സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് ക്രിമിനൽ പ്രൊസീജിയറിനകത്ത് ഏക സിവിൽ കോഡ് പോലെ തന്നെയാണത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിമിനൽ നിയമങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമല്ല. അത് ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയി കഴിഞ്ഞാലും ഹിന്ദു ആയി കഴിഞ്ഞാലും ഒരേ ക്രിമിനൽ നിയമത്തിന് അവർ ബാധ്യസ്ഥരാണ്. അതേപോലെ നമ്മളുടെ സിവിൽ കോഡും വരേണ്ടത് ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, വളരെ മൾട്ടി റിലീജിയസ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ് നമ്മുടെ സൊസൈറ്റി. അപ്പോൾ അവിടെ എല്ലാവർക്കും ബാധകമാകുന്ന തുല്യമായിട്ട് അവർ ചുമക്കേണ്ട ഉത്തരവാദിത്തമുള്ള നിയമം എന്ന നിലയ്ക്ക് ഏക സിവിൽ കോഡ് വന്നും നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. പക്ഷേ ഇന്ത്യ മുന്നണിയോ കോൺഗ്രസോ അനുകൂലിക്കില്ലല്ലോ പക്ഷേ. അതെ, അതൊക്കെ പൊളിറ്റിക്കലാണ്. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വിഷയം അതിനകത്ത് ബാക്കി നിൽക്കുന്നുണ്ട്. എന്താണ്? ന്യൂനപക്ഷങ്ങളെ പരിക്കില്ലാത്ത തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ കേൾക്കാൻ തയ്യാറാവുകയും കൂടി വേണം. ഇപ്പം ഈ മുത്തലാഖ് കൊണ്ടുവന്നതിനെ, അതിനെ നിരോധിച്ചതിനെ ഒരുപാട് പേര് എതിർക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിലുള്ള പലവര് എതിർക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിം സമൂഹത്തിലെ ഒരു നിരവധിയായിട്ടുള്ള സ്ത്രീകൾ അവർക്ക് ലഭിച്ചൊരു വലിയ സ്വാതന്ത്ര്യമായിട്ടാണ് കണക്കാക്കുന്നത്. അത് തന്നെയായിരിക്കും ഇതിനകത്തൊക്കെ ഉണ്ടാകാൻ പോണത്. മതം ആളുകളുടെ മേൽ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഏത് സംവിധാനത്തിനും എതിരെ
മനുഷ്യൻ്റെ മനസ്സ് ചിന്തിക്കുക, അവരെ സഹായിക്കാനായിട്ടും അവർക്കൊപ്പം നിൽക്കാനായിട്ട് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ഭരണകൂടത്തിന് പറയാൻ കഴിയുന്ന ഒന്നായിട്ട് ഇത് മാറിത്തീരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് അതിന് വീണ്ടും കൂടുതൽ അംഗീകാരം ലഭിക്കാനായിട്ട് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്.